Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 127 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജനുവരിയിൽ നടന്ന നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 127 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആണ്. 128ാമത്തെ ചോദ്യമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലിസ്റ്റ് 1ൽ നമുക്ക് ബസുദേവ് സുനാനി, കറുക്ക്, ഓം പ്രകാശ് വാൽമീകിയുടെ കൊടുത്തിട്ടുള്ളത് വീവ് ഓഫ് മൈ ലൈഫ് ആണ്. ഭാമ കാസ്റ്റ് ഔട്ട് ആൻഡ് ഊർമിള പവാർ ജൂതൻ. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വർക്കിന്റെ ഇയേഴ്സ് അറിയാമെങ്കിൽ, അതായത് ഏതെങ്കിലുമൊക്കെ സോ കോൾഡ് വർക്കുകളുടെ എങ്കിലും ഓതേഴ്സിനെ അറിയാമെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ലിസ്റ്റ് 1 മുഴുവൻ റൈറ്റേഴ്സ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലിസ്റ്റ് 2ൽ അപ്പൊ എന്തായിരിക്കും കൊടുത്തിട്ടുള്ളത്? അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പൊ ലിസ്റ്റ് 1ലുള്ളതൊക്കെ തന്നെ ഓതേഴ്സ് ആണ്, റൈറ്റേഴ്സ് ആണ്. ലിസ്റ്റ് 2ലുള്ളതൊക്കെ തന്നെ അവരുടെ ബുക്കുകളാണ്, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ്. ബസുദേവ് സുനാനി, കറുക്ക്, ഓം പ്രകാശ് വാൽമീകി, വീവ് ഓഫ് മൈ ലൈഫ്, ഭാമ കാസ്റ്റ് ഔട്ട് ആൻഡ് ഊർമിള പവാർ ജൂതൻ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കണ്ടെത്താനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ഒന്ന് നോക്കി. A3 B1 C2 D4, A3 B4 C1 D2, A4 B1 C2 D3, A1 B2 C3 D4. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത്? A3 B4 C1 D2 എന്ന് പറയുമ്പോൾ ഏതാ? A3 B4 ദേ വന്നിട്ടുണ്ട്, C1 D2. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷന്റെ ബേസിൽ നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കോ. അപ്പൊ നോക്കിക്കേ, A3 ബസുദേവ് സുനാനിയുടെ ആണ്, കാസ്റ്റ് ഔട്ട്. അപ്പൊ ആ കാര്യം നമ്മൾ ചെയ്തു. ഇനി അടുത്തതോ B1 ഓം പ്രകാശ് വാൽമീകി. ഓക്കെ, B4 ആണ് വരേണ്ടത്. ഓം പ്രകാശ് വാൽമീകിയുടെ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്ററും വർക്കും ആണ് അല്ലെ, ജൂതൻ. ഓം പ്രകാശ് വാൽമീകി പേര് കൊണ്ടും അത് യുണീക്ക് ആണ്. ഭാമയുടെ ആണ് കറുക്ക്, അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും. ഊർമിള പവാറിന്റെ ആണ് വീവ് ഓഫ് മൈ ലൈഫ്. അപ്പം ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഭാമയുടെ കറുക്ക്. അപ്പം ബി ഭാമ അല്ലേ, ഭാമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാമ എന്ന റൈറ്റർ അല്ലേ, അതായത് ബസുദേവ് സുനാനിയുടെ കാസ്റ്റ് ഔട്ട്, അതുപോലെ തന്നെ നമ്മൾ B4 എന്ന് പറയുമ്പോൾ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതൻ, അതുപോലെ തന്നെ ഭാമ എന്ന് പറയുന്നത് കറുക്കിന്റെ റൈറ്റർ ആണ് അല്ലെ. അപ്പൊ ഭാമയും കറുക്കും നമുക്ക് സിഗ്നിഫിക്കന്റ് ആണ്. C1 ആണെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ഇനി അതുപോലെ തന്നെ B എന്തായിട്ടേ വരത്തുള്ളൂ? 4 ആയിട്ടേ വരത്തുള്ളൂ അല്ലെ. അപ്പൊ C1, അപ്പൊ നോക്കിക്കേ, B4ഉം C1ഉം വന്നിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ കുറച്ചെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, കൂടുതൽ കുട്ടികൾക്കും അറിയാം ഭാമയുടെ ആണ് കറുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഓം പ്രകാശ് വാൽമീകിയുടെ ആണ് ജൂതൻ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു എക്സ്പ്ലനേഷൻ വേണം അല്ലെ, എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. കാസ്റ്റ് ഔട്ട്, Poems of Anger and Angst, fiction novels by ബസുദേവ് സുനാനി. ബസുദേവ് സുനാനി എന്ന ഫിക്ഷൻ റൈറ്റർ, എന്ന ഫിക്ഷൻ നോവലുകളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ എഴുതുന്ന റൈറ്റർ തന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കാസ്റ്റ് ഔട്ട്. കാസ്റ്റ് ഔട്ടിനകത്ത് കവിതകളും കഥകളും ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓം പ്രകാശ് വാൽമീകിയാണ് അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷനിലുള്ളത്. ഓം പ്രകാശ് വാൽമീകി ഡിസ്ക്രൈബ്സ് ഹിസ് ലൈഫ് ആസ് ആൻ അൺടച്ചബിൾ ഓർ ദളിത് ഇൻ ദ ന്യൂലി ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഓഫ് ദ 1950s. അതായത് നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പം നമ്മൾ പറയും ബ്രിട്ടീഷുകാരെ നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചു, അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഓക്കെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡവും കിട്ടുന്നുണ്ടോ, എല്ലാ തരത്തിലും അവർ ഇൻഡിപെൻഡന്റ് ആയോ, ലിബറലിസം എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കൂടുതലായിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾക്കും സമരങ്ങൾക്കും അവസാനം ആൾക്കാർ എത്തി നിൽക്കുന്ന ഒരു ട്രോമയിലായിരിക്കും. ഓക്കെ,
വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാലും അവർ അതിൻ്റെ ഒരു ടെൻഷനും ട്രോമയും ആയിരിക്കും ഉണ്ടാവുന്നത്. സക്സസ് ആണെങ്കിൽ ആ ട്രോമ പോസിറ്റീവായിട്ട് മാറും. കാരണം ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫിസിക്കലി മെന്റലി ഓക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് എൻജോയ് ചെയ്തു പോകും. എന്നാൽ നമുക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ അവസാനം നമുക്ക് പരാജയമാണ്. നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വിജയം കൈവരിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് ഫർദർ ആയിട്ടുള്ള ട്രോമാറ്റിക് സ്റ്റേജുകളിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള പല സ്റ്റേജുകൾ നമുക്കുണ്ട്. അപ്പോൾ ഓം പ്രകാശ് വാൽമീകി 1950കളിൽ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ, ഒരു ദളിത് എന്ന നിലയിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് ദ 1950s, Judhan refers to scraps of food left on a plate destined for the garbage or animals. അതായത് മൃഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിക്കുന്ന തരത്തിലുള്ള റിമൈൻഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇനി അതുപോലെ തന്നെ ഗാർബേജിലേക്ക് നമ്മൾ ഡംപ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിക്കേണ്ടതായിട്ട് വരുന്ന സ്കാവഞ്ചേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരുന്ന മനുഷ്യരുടെ കഥകൾ, അവരുടെ അവസ്ഥകൾ, അവരനുഭവിക്കുന്നതായിട്ട് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് കറുക്കാണ്. കറുക്ക് എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ. കറുക്ക് ആൻഡ് ഓട്ടോബയോഗ്രഫി ബൈ ബാമ. ബാമയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുക്ക് എന്നാണ്. കറുക്ക് ഈസ് about a Christian Dalit woman who realizes that her identity as a Christian is heavily meditated by her identity as a Dalit. Okay? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കുള്ളത് ഒരു ക്രിസ്ത്യൻ ദളിത് വിമൻ ആണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ ദളിത് വിമൻ ഹയർ ക്ലാസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റില്ല, മിക്സ് ഓഫ് ടു അല്ലേ, ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. സോ ജാതി അല്ലെങ്കിൽ മതം അതായിരുന്നു മനുഷ്യനെ അന്ന് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് നയിച്ചിരുന്നത്. അതിന്റെ ബേസിലായിരുന്നു ആൾക്കാർക്ക് ബഹുമാനമായാലും അല്ലെങ്കിൽ ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചുകൊണ്ട് ഇരുന്നത്. Kark is about a Christian Dalit woman who realizes that her identity as a Christian is heavily mediated by her identity as a Dalit, and that she must fight the discriminatory practices both within the church and outside, and that this is all the more tough as a വിമൻ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേർച്ചിനുള്ളിലും ചേർച്ചിന് പുറത്തും ഒക്കെ തന്നെ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം പ്യോർ ക്രിസ്ത്യൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദളിത് ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലായിരുന്നു അവരെ കൺസിഡർ ചെയ്തിരുന്നത്. എല്ലാ തരത്തിലും ക്രിസ്ത്യൻസ് അനുഭവിക്കുന്ന, ജനറൽ ക്രിസ്ത്യൻസ് അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ കുട്ടിക്ക് കിട്ടുന്നില്ലായിരുന്നു. കൺവേർട്ടഡ് ആയിട്ടുള്ള ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റീസൺ മറ്റൊന്നും അല്ല, അവർക്ക് ഒന്ന് അവരുടെ ഫെയ്ത്ത് തന്നെയാണ്. ഓക്കെ, ദേ ബിലീവ്സ് ഇൻ ദ സ്ട്രോങ് ഫെയ്ത്ത് ഓഫ് ജീസസ്. ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഫുഡ്, അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടർ, അവരുടെ ക്ലോത്തിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഏറ്റെടുത്ത് ചെയ്തിരുന്നത് ഇതേപോലെയുള്ള മിഷനറീസ് ആയിരുന്നു. സോ അങ്ങനെ മിഷനറീസിന്റെ സപ്പോർട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജൂതൻ എന്ന വർക്ക് പോലെ തന്നെയാണ് ശരിക്കും ഈ ഒരു ബുക്കിലെയും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ബുക്കിന്റെ പേര് വരുന്നത് കറുക്കെന്നാണ്, ഓട്ടോബയോഗ്രഫി ബൈ ബാമ. അടുത്തത് വീവ് ഓഫ് മൈ ലൈഫ്, എ ദളിത് വിമൻസ് മെമ്മോസ് ബൈ ഊർമിള പവാർ. ഓക്കെ, ഒരു ദളിത് വിമന്റെ വേദനകൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു വർക്കാണ് ഊർമിള പവാറിന്റെ വീവ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ വീവ് ഓഫ് മൈ ലൈഫിന്റെ ഫുൾ ടൈറ്റിലാണ് നമ്മൾ ഇവിടെ കണ്ടത്, വീവ് ഓഫ് മൈ ലൈഫ്, എ ദളിത് വിമൻസ് മെമ്മോസ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആയല്ലോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അല്ലെ. ഈ രണ്ടെണ്ണം, അതായത് നമ്മുടെ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതനും ഭാമയുടെ കറുക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അതറിയാമായിരുന്നുവെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് പോകാൻ പറ്റിയേനും. ഇനി അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ അതൊന്ന് എഴുതി പഠിച്ചോളൂ. എഴുതി പഠിച്ച് അതിന്റെ ശരി ഉത്തരം മനസ്സിലാക്കി എഫോർട്ടോടുകൂടി പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ 128 ചോദ്യങ്ങൾ കഴിഞ്ഞേ 129ാമത്തെ ചോദ്യമാണ് ഇനിയുള്ളത്. കവിതയിലെ വരികളുണ്ട്. ഐഡന്റിഫൈ ദ പോയിറ്റ് ഹു ഹാസ് കമ്പോസ് ദ ഫോളോവിംഗ് ലൈൻസ്. നേരത്തെ നമുക്ക് എമിലി ഡിക്കിൻസന്റെ സക്സസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് കണ്ടെത്തണം, ആരാണ് ഈ കവിത, ഈ വരികൾ എഴുതിയത് എന്നാണ് അറിയേണ്ടത്. ഗംഗ വാസ് sunken and the leaves waited for rain while the black clouds gathered far distant over Himavant. The jungle crouched humbled in silence. Okay, വരികൾ ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചേ. ഗംഗ was sunken and the limp leaves. Okay, it's all about dilapidation. Waited for rain while the black clouds gathered far distant. Okay, I'm continuously waiting for rain, but the clouds, they are far distant. They are not approaching near to me. Over Himavant. Okay, they were there at the Himavant Valley. The jungle crouched humbled in silence. Okay, I felt that ഈ ജംഗിളൊക്കെ തന്നെ എൻ്റെ അടുത്തേക്ക് ക്രൗച്ച് ചെയ്ത് വരികയാണ്. നമ്മുടെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു ക്രൗച്ച്ഡ് രീതിയിലാണ് അല്ലേ. അതേ ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ജംഗിൾ എൻ്റെ അടുത്തേക്ക് ഒരു സൈലൻസ് ആയിട്ട്, ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, റാൽഫ് വാൽഡോ എമേഴ്സൺ, T.S. Eliot,
എമിലി ഡിക്കൻസൺ, ശ്രീ അരബിന്ദോ. റാൽഫ് വാൽഡോ എമേഴ്സൺ, T.S. Eliot, എമിലി ഡിക്കൻസൺ ആൻഡ് ഓൾസോ ശ്രീ അരബിന്ദോ. ഇപ്പൊ T.S. Eliot ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, T.S. Eliot. The wasteland can be viewed as a poem about brokenness and loss. Okay, അപ്പൊ wasteland എന്ന് പറയുന്നത് ഒരു poem. Okay, it's all about the brokenness and loss. Brokennessനെ കുറിച്ചും ലോസിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വരികൾ ആരുടേതാണെന്ന് ക്ലിയർ ആയല്ലോ. ആരുടെയാണ്? T.S. Eliotന്റെ ആണ് കേട്ടോ. T.S. Eliotന്റെ കവിത വളരെ മികച്ചൊരു കവിതയാണ്. ഏത് കവിതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വേസ്റ്റ്ലൻഡ് ആണ്. ഓക്കെ, ദി വേസ്റ്റ്ലൻഡ്. ഒരിക്കലും നെറ്റിന് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വേസ്റ്റ്ലൻഡ്. ഓക്കെ, T.S. Eliotന്റെ കവിതയായിരുന്നു ചോദ്യം. കവിതയുടെ താഴെ ഓപ്ഷൻസിൽ വേസ്റ്റ്ലൻഡും ദി വേസ്റ്റ്ലൻഡും ഉണ്ടായിരുന്നു. പകുതി കുട്ടികളും ആദ്യം ഉണ്ടായിരുന്നത് വേസ്റ്റ്ലൻഡ് എന്നായതുകൊണ്ട് തന്നെ അത് കയറി ലോക്ക് ചെയ്തു. ഉത്തരം തെറ്റിപ്പോയി. ദി വേസ്റ്റ്ലൻഡ് എന്നാണ് ഫുൾ ടൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് വേസ്റ്റ്ലൻഡും ദി വേസ്റ്റ്ലൻഡും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചേക്കണം, മൈൻഡിൽ അങ്ങ് രജിസ്റ്റർ ചെയ്തിട്ടേക്കണം. വർക്കിന്റെ പേര്, കവിതയുടെ പേര് ദി വേസ്റ്റ്ലൻഡ് എന്നാണ്. എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്? 1922 മോഡേൺ ടൈം പീരീഡിലെ കവിതയാണ്. ഓം ശാന്തി എന്നുള്ള വരികളിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ഓം ശാന്തി എന്നുള്ള വരികളിലാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ഒരുപാട് നല്ല നല്ല റെഫറൻസുകളും അതുപോലെ തന്നെ നമ്മുടെ ലോകമഹായുദ്ധങ്ങളൊക്കെ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സർക്കംസ്റ്റാൻസും ഒക്കെ തന്നെ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. Ganga was sunken and the limp leaves, okay, waited for rain while the black clouds gathered far distant over Himawant. The gentle crouched, hummed in silence. Okay, ആരാണിത് പറഞ്ഞത്? റാൽഫ് വാൽഡോ എമേഴ്സൺ, T.S. Eliot, എമിലി ഡിക്കൻസൺ, ശ്രീ അരബിന്ദോ. എല്ലാവരും തന്നെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ആരാണിത് പറയാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. The wasteland can be viewed as a poem about brokenness and loss. And Eliot's numerous allusions to the First World War suggest that the war played a significant part in bringing about the social, psychological and emotional collapse. Okay, ശരിക്കും പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞില്ലേ, യുദ്ധം തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് യുദ്ധത്തിന് ശേഷമുള്ള കാലമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. യുദ്ധം അവസാനിച്ചല്ലോ, ഇനി സമാധാനമാണല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് യുദ്ധത്തിൻ്റെതായിട്ടുള്ള അനുഭവിച്ച ഫ്രസ്ട്രേഷൻസ് ഒക്കെ മനുഷ്യരുടെ മനസ്സിൽ അപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ് അല്ലേ. സോ അത് കാരണം അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ട്രോമ സൈഡിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റാൽഫ് വാൽഡോ എമേഴ്സൺ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. Who went by his middle name Waldo, was an American essayist, lecturer, philosopher, minister, then abolitionist and poet who led the transcendentalist movement of the mid-19th century. Transcendentalist movement, അമേരിക്കയിൽ ട്രാൻസെൻഡലിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പണന്റ് ആയിരുന്നു നമ്മുടെ റാൽഫ് വാൽഡോ എമേഴ്സൺ. സെൽഫ് റിലയൻസും അമേരിക്കൻ സ്കോളറും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസ് ആണ്. അടുത്ത നമുക്കുള്ളത് T.S. Eliot ആണ്. Thomas Stearns Eliot was a poet, essayist and playwright. He was a leading figure in English language modernist poetry, where he reinvigorated the art through his use of language, writing style and verse structure. He is also noted for his critical essays, which often re-evaluated long-held cultural beliefs. Okay, അപ്പോൾ പണ്ട് മുതലേ ഉള്ള ലോങ് ഹെൽഡ് ആയിട്ടുള്ള കൾച്ചറൽ ബിലീഫ്സിനെ ഒക്കെ തന്നെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുന്ന, റീഅസസ് ചെയ്യുന്ന, റീതിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ T.S. Eliot കോൺട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. വേസ്റ്റ്ലൻഡ്, ലവ് സോങ് ഓഫ് J. Alfred Prufrock, അതുപോലെ തന്നെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിൽവർ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ പറഞ്ഞത് അദ്ദേഹമാണ്. ഒരു ഷേക്സ്പീരിയൻ സ്കോളർ എന്നും നമുക്ക് എലീറ്റിനെ വിളിക്കാൻ പറ്റും. കൂടുതലായിട്ടും ഷേക്സ്പിയൻ വർക്കുകളെ റിവർക്ക് ചെയ്യാൻ വേണ്ടിയും അതിനകത്ത് കൂടുതൽ സ്റ്റഡി നടത്താനും ഒക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. Emily Elizabeth Dickinson was an American poet, little known during her life. She was since been regarded as one of the most important figures in American poetry. Dickinson was born in Amherst, Massachusetts, into a prominent family with strong tie to its community. ഓക്കെ, കമ്മ്യൂണിറ്റീസിനോടൊക്കെ വളരെ നല്ല ടൈസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ഒരു ഫാമിലിയിലെ മെമ്പർ കൂടെയായിരുന്നു നമ്മുടെ എമിലി ഡിക്കിൻസൺ. നല്ല കവിതകൾ, ഡെത്ത് അടക്കമുള്ള ഫിലോസഫിക്കൽ തീംസിനെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. ശ്രീ അരബിന്ദോയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഇന്ത്യൻ ഫിലോസഫറാണ്, യോഗി, മഹാഋഷി, പോയറ്റ്, എഡ്യൂക്കേഷണലിസ്റ്റ് ആൻഡ് ഇന്ത്യൻ നാഷണലിസ്റ്റ്.
Okay, he was also a journalist, അതുപോലെ തന്നെ എഡിറ്റിംഗ് ന്യൂസ് പേപ്പർ സച്ച് ആസ് ബന്ദേ മാതരം എക്സെട്ര. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവിത്രി എ ലെജൻഡ് ആൻഡ് എ സിമ്പിൾ. സാവിത്രി സത്യവാൻ കഥകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഖ്യാനങ്ങളൊക്കെ തന്നിട്ടുള്ളത് ശ്രീ അരബിന്ദോയാണ്. സാവിത്രി ലെജൻഡ് ആൻഡ് എ സിമ്പിൾ എന്ന വർക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പൊ കവിതയിലെ വരികൾ ഓർമ്മയുണ്ട്. TS എലിയറ്റ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് വേസ്റ്റ്ലൻഡ് എന്ന കവിതയിൽ. ഓക്കെ, ഷെയർ. അപ്പൊ അടുത്ത നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദി ഫ്ലോവിംഗ് ഈസ് എ ഡ്രാമാറ്റിക് മോണലോഗ്. ഈ തന്നിട്ടുള്ളതിൽ ഏതിനെയാണ് നമുക്കൊരു ഡ്രാമാറ്റിക് മോണലോഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? വളരെ മികച്ച കവിതകളാണുള്ളത്. നോക്കിക്കേ, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള കവിതകളായിരിക്കും നിങ്ങൾ കാണുന്നത്. ഒന്ന് കാനോണൈസേഷൻ ആണ്. കാനോണൈസേഷൻ, ടിൻറ്റൺ അബായ്, ആൻഡ്രിയ ഡിസാർട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ദ ഫ്ലീ. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ഒക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ട്. നല്ലൊരു ചോദ്യമാണ്. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രി? ഈ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, മെറ്റാഫിസിക്കൽ സ്കൂൾ എന്തായിരുന്നു? അതായത് നമ്മുടെ ലിറ്ററേച്ചറിൽ എന്താണ് ഒരു സ്പെഷ്യൽ വിങ് ആയിട്ട് സയൻസിനും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് സയന്റിഫിക് ഔട്ട്ലുക്കിൽ പോയിട്രി ഒക്കെ കാണുന്ന ഒരു രീതിയാണ് മെറ്റാഫിസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് ഓർത്താൽ മതി, റിലേറ്റഡ് ടു സയൻസ് എന്നുള്ള കണക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ സ്കൂളിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോൺ ഡൺ ആയിരുന്നു. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള ജോൺ ഡൺ ആണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയും നമ്മുടെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫ്ലോവിംഗ് ഈസ് എ ഡ്രാമാറ്റിക് മോണലോഗ്? ഇവിടെ ഞാൻ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയെ കുറിച്ച് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനോണൈസേഷനും ഫ്ലിയോ ഒക്കെ എഴുതിയിട്ടുള്ളത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ആൻഡ്രിയ ഡിസാർട്ടോ ആണ് കേട്ടോ. ഈ കൂടുതൽ ആൻഡ്രിയ ഡിസാർട്ടോ ആണ് ഒരു ഡ്രാമാറ്റിക് മോണലോഗ് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മുടെ എന്താണ് മൈ ലാസ്റ്റ് ഡച്ചസ്, റോബർട്ട് ബ്രൗണിങ് നല്ല രീതിയിൽ ഡ്രാമാറ്റിക് മോണലോഗുകൾ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു റൈറ്റർ ആയിരുന്നു. ഒത്തിരി നല്ല ഡ്രാമാറ്റിക് മോണലോഗുകൾ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. ദി കാനോണൈസേഷൻ ഈസ് എ പോം ബൈ ഇംഗ്ലീഷ് മെറ്റാഫിസിക്കൽ പോയിറ്റ് ജോൺ ഡൺ. ഇംഗ്ലീഷ് മെറ്റാഫിസിക്കൽ പോയിറ്റ് ആയിട്ടുള്ള ജോൺ ഡണ്ണിന്റെ വർക്കാണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1633. 1633ലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ദ പോം ഈസ് വ്യൂഡ് ആസ് എക്സംപ്ലിഫൈങ് ഡൺസ് വിറ്റ് ആൻഡ് ഐറണി. ഡണ്ണിന്റെ വിറ്റും ഐറണിയൊക്കെ തന്നെ എക്സംപ്ലിഫൈ ചെയ്യുന്ന, അത് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിംഗ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി നോക്കിക്കേ, Dunn's overarching message is that he and his lover will be canonized, but on the strength of their human devotion to each other, in spite of all obstacles. The theme then is the power of human love above all other forces. Okay, അപ്പോൾ കാനോണൈസേഷൻ എന്ന് പറയുന്ന കവിത മെറ്റാഫിസിക്കൽ പോയിറ്റ് ആയിട്ടുള്ള ജോൺ ഡണ്ണിന്റെ ആണ്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1633ലാണ്. പോം ഈസ് വ്യൂഡ് ആസ് ആൻ എക്സംപ്ലിഫൈങ് ഡൺസ് വിറ്റ് ആൻഡ് ഐറണി. ഡണ്ണിന്റെ വിറ്റും ഐറണിയൊക്കെ തന്നെ എക്സംപ്ലിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണിത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൺസ് ഓവർ റീച്ചിങ് മെസ്സേജ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഹി ആൻഡ് ഹിസ് ലവർ വിൽ ബി കാനോണൈസ്ഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഞാനും എൻ്റെ ബിലൗഡും കാനോണൈസ്ഡ് ആണ്. ഞങ്ങൾ സെയിൻസിനെ പോലെയാണ്. ഞങ്ങൾക്ക് ഒരു സെയിൻലി ലൈഫാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദിയർ ഹ്യൂമൻ ഡിവോഷൻ ടു ഈച്ച് അതർ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഒബ്സ്റ്റക്കിൾസ്. ദ തീം ഈസ് ദെൻ ദ പവർ ഓഫ് ഹ്യൂമൻ ലവ് എബോവ് ഓൾ അതർ ഫോഴ്സസ്. ഓക്കെ, ബാക്കി ഏത് ഫോഴ്സിനെയും പോലെ തന്നെ അതിനെയൊക്കെ തന്നെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ലവിന്റെ പവർ എന്ന് പറയുന്നത്. അതും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മികച്ച ഒരു കൂട്ടം കവിതകൾ എഴുതി തന്നിട്ടുള്ള ഒരാളാണ് ജോൺ ഡൺ. ഡണ്ണിന്റെ കാനോണൈസേഷൻ. അപ്പൊ നമ്മുടെ ഉത്തരം വന്നത് ആൻഡ്രിയ ഡിസാർട്ടോ ആണ്. അപ്പൊ കാനോണൈസേഷൻ ഒരിക്കലും ഒരു ഡ്രാമാറ്റിക് മോണലോഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്കുള്ളത് ടിൻറ്റൺ അബായ് ആണ് അല്ലെ. ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബോവ് ടിൻറ്റൺ അബായ് എന്നാണ് ഇതിന്റെ ഫുൾ ടൈറ്റിൽ വരുന്നത്. ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബോവ് ടിൻറ്റൺ അബായ് is a poem by William Wordsworth. വില്യം വേൾസ്വർത്തിന്റെ കവിതയാണ്. The title lines written a few miles above Tintern Abbey on revisiting the banks of the Wye during a tour July 13, 1798 is often abbreviated simply to Tintern Abbey, although that building does not appear within the പോം. ഓക്കെ, ഇപ്പൊ ടിൻറ്റൺ അബായ് എന്ന് പറയുന്ന ഈ നമ്മുടെ എന്താണ് വേൾസ്വർത്ത് യാത്ര പോയ ഒരു പ്ലേസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു ടൂർ, അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ്. ഓക്കെ, അങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്തിട്ടാണ് ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബോവ് ടിൻറ്റൺ അബായ് എന്ന കവിത എഴുതുന്നത്. പ്ലേസിനെ കുറിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ് പക്ഷേ you can't see that this building does not appear within the poem. ഈ ഒരു ബിൽഡിംഗ് ശരിക്കും ഇതിനകത്ത് അപ്പിയർ ചെയ്യുന്നില്ല ടിൻറ്റൺ അബായ്.
അടുത്തത് അതിന്റെ ഔട്ട്സൈഡ് സ്പേസും അതിന്റെ ലെയിൻസും അതുപോലെ തന്നെ അതിന്റെ വഴികള്, ലേക്ക്, ലാൻഡ്സ്കേപ്പ്, ഇതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ആൻഡ്രിയോ ഡെൽ സാർട്ടോ, ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗ് ആണ്. ബ്രൗണിംഗ്, റോബർട്ട് ബ്രൗണിങ്ങിന്റെ ആണ്. മേക്സ് യൂസ് ഓഫ് ദ ഡ്രാമാറ്റിക് മോണോലോഗ് ടു ഷോ ആൻഡ്രിയ ആസ് ദ സ്പീക്കർ. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു സ്പീക്കർ ഉണ്ട്. സ്പീക്കറിന്റെ പേരാണ് ആൻഡ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കവിതയിലെ സ്പീക്കർ ആണ് ആൻഡ്രിയ. ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ്സ് ഓഫ് ആൻഡ്രിയ ദാറ്റ് ദ റീഡർ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലിസ്ണർ. ലിസ്ണറിന്റെ പ്രസൻസ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ആൻഡ്രിയയുടെ വാക്കുകളിലൂടെയാണ്. ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ഇൻ ദ പോം. ഓക്കെ, അപ്പം ശരിക്കും ആൻഡ്രിയ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, എൻകൗണ്ടേഴ്സ് നടത്തുന്നുണ്ട്. എല്ലാം ആൻഡ്രിയയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗ് ആവുന്നത്. ദ പ്രസൻസ് ഓഫ് ലുക്രീഷ്യ ആസ് ദ ലിസ്ണർ ഇൻ ദ പോം ക്യാൻ ബി ഫെൽറ്റ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ പോം. ആൻഡ്രിയ ഇതൊക്കെ തന്നെ ലുക്രീഷ്യ എന്നൊരാളിനോടാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് പറയുന്ന ലൈൻസ് ആണ് സി ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് മീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ആരെന്നെ മനസ്സിലാക്കി എന്നാണ് ഇവിടെ നമ്മുടെ ആൻഡ്രിയ ഉദ്ദേശിക്കുന്നത്. ലുക്രീഷ്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഒരു ആക്റ്റീവ് ലിസണർ ആയിട്ട് ലുക്രീഷ്യ അവിടെ ഉണ്ട്. ലുക്രീഷ്യ താൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ആൻഡ്രിയ വിചാരിക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് കവിത നെറേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫ്ലിയ ആണ്. The Flia is an erotic metaphysical poem. ഒരു എറോട്ടിക് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോം ആണ്. കാരണം കുറച്ചധികം സെക്ഷുവൽ ആയിട്ടുള്ള അമോറസ് കോണ്ടന്റുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹോളി സോണറ്റുകൾ എഴുതിയിട്ടുള്ളതാണ്. ആരാണ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഹോളി സോണറ്റ്സിന്റെ ഒരു റൈറ്റർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഥർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡൺ ആണ്. ജോൺ ഡണ് ഹോളി സോണറ്റുകളും അതുപോലെ തന്നെ അമോറസ് തീമുകളിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട്. The Flia is an erotic metaphysical poem by John Donne. The exact date of its composition is unknown, but it is probably that Donne wrote this poem in the 1590s when he was a young law student at Lincoln's Inn. Lincoln's Innil ഒരു യങ് ലോ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. Before he became a respected religious figure as Dean of St. Paul's Cathedral. Okay, നമ്മൾ ഫ്രാ ലിപ്പോ ലിപ്പി എന്ന് പറഞ്ഞ ബ്രൗണിങ്ങിന്റെ ഒരു കവിത നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതും ഡ്രാമാറ്റിക് മോണോലോഗ് രീതിയിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മുടെ ഫ്രാ ലിപ്പോ ലിപ്പിക്ക് ഫ്രാ മീൻസ് ബ്രദർ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ക്രിസ്ത്യാനിറ്റിയാണ്, ബൈ ക്രിസ്ത്യൻ ആണ് അദ്ദേഹം ബർത്ത്. പക്ഷെ ഫോഴ്സ്ഫുള്ളി അദ്ദേഹം ബിബ്ലിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസുകളും അതുപോലെ തന്നെ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റംസും ഒക്കെ ചെയ്യാനായിട്ട് വിധേയനായ ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ജസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു ദിസ് പ്രോസസ് ജസ്റ്റ് ടു ഏൺ മൈ ഫുഡ്. എൻ്റെ ഫുഡ് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അത്തരത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഫ്ലിയ എന്ന് പറഞ്ഞ ഒരു എറോട്ടിക് മെറ്റാഫിസിക്കൽ പോമാണ്, ജോൺ ഡണ്ണിൻ്റെ ആണ്. The exact date of its composition is unknown, but it is probable that Donne wrote this poem in the 1590s when he was a young law student at Lincoln's Inn before he became a respected religious figure as Dean of St. Paul's Cathedral. Okay, അപ്പോൾ കിട്ടിയല്ലോ. നമ്മുടെ കാനണൈസേഷൻ ഡണ്ണിന്റെ ആണ്. ടിൻറ്റൺ അബൈ ആരുടെ ആയിരുന്നു? അത് നമ്മുടെ വേൾസ്വർത്തിന്റെ ആണ്. ഇനി നമ്മുടെ ആൻഡ്രിയ ഡെൽ സാർട്ടോ, നമ്മുടെ ഡി സാർട്ടോ എഴുതിയിട്ടുള്ളത് നമ്മുടെ ബ്രൗണിംഗ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഫ്ലിയ ആയിരുന്നു. ഫ്ലിയ എഗൈൻ നമ്മുടെ ജോൺ ഡൺ എഴുതിയിട്ടുള്ള വർക്കാണ്. അപ്പൊ അതെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഈ ഒരു കാര്യം നോക്കാനായിരിക്കും. അതായത് കാനണൈസേഷൻ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൺ. ഇത് നിങ്ങൾക്ക് എൻ്റെ കൂടെ എഴുതാം. അഥവാ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെയും ഈ കവിത എഴുതിയ പോയിറ്റ്സിനെ മനസ്സിലാക്കാം. നമ്മൾ ഷോർട്സിലൂടെയൊക്കെ തന്നെ കവിതകളും അതുപോലെ തന്നെ കവികളും ഒക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതും കണ്ട് നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബ്രൗണിങ്ങിൻ്റെ ആണ് കേട്ടോ. ബ്രൗണിങ്ങിൻ്റെ ഡ്രാമാറ്റിക് മോണോലോഗ് ആണ്. കൂടുതലായിട്ടും ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ആലോചിക്കാനില്ല. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മോണോലോഗ്സും എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ 130ാമത്തെ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. 130. ഓക്കെ, 130 കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കോ. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും നമ്മളൊന്ന് മാച്ച് ചെയ്യുവാണേ. അപ്പൊ നോക്കിക്കോ, ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2. ഫസ്റ്റ് വൺ, നള ആൻഡ് ദമയന്തി, ശ്രീ അരബിന്ദോ, ജയദേവ, വാസുദേവ റാവു, ആൻഡ് യു ക്യാൻ സീ ദ വിസിയേഴ്സ് ഓഫ് ബസോറ, P.A. Krishnaswamy, The Flute of Krishna, Harindranath. Okay, Nala and Damayanti, Sri Aurobindo, Jayadeva, Vasudeva Rao, The Viziers of Bazora, P.A. Krishnaswamy, The Flute of Krishna, Harindranath. Correct answers no kiki. Choose the correct answer from the options given below. A3, B2, C4, D1, A2, B4, C1, D3, A4, B3, C2, D1,
A2 B1 C3 D4. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ശരി ഉത്തരം വരുന്നത് A2 തുടങ്ങുന്നതാണ്. A2 B4 C1 D3. C1 D3. ഓക്കെ, അപ്പൊ ഏതാണത്? രണ്ടാമത്തതാണ് അല്ലെ, രണ്ടാമത്തതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷന്റെ മാതൃകയിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ A2 വരണം. നള ദമയന്തി വരുന്നത് നമ്മുടെ വസുദേവ റാബുവായിട്ട് ചേർന്നിട്ടാണ്. ഇനി അടുത്തതായിട്ട് B4 വരണം എന്ന് പറഞ്ഞാൽ ജയദേവ. ജയദേവ ഏത് വരും? ജയദേവയായിട്ട് ക്ലബ് ചെയ്ത് നമുക്ക് ഹരീന്ദ്രനാഥ്. ഓക്കെ, ഹരീന്ദ്രനാഥിനെയാണ് ക്ലബ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, C1 വരണം. വിസിയസ് ഓഫ് ബസോറ നമ്മുടെ അരബിന്ദോയുടെയാണ്, ശ്രീ അരബിന്ദോയുടെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു D ഉണ്ട് അല്ലെ, D3 വരണം എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട് ഓഫ് കൃഷ്ണ വരുന്നത് P.A. കൃഷ്ണസ്വാമി. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് മാത്രമല്ല, നിങ്ങൾ ബൈഹേർട്ട് ചെയ്യുക അല്ല ഇവിടെ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് അവരുടെയൊക്കെ വർക്കുകൾ ഒന്ന് പരിചയപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നള ആൻഡ് ദമയന്തി വസുദേവ റാബുവിന്റെയാണ്. ദമയന്തി നളയുടെ വൈഫാണ്. നള ദമയന്തി എന്നുള്ള ഒരു എന്താണ് സീരീസ് സ്റ്റോറീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിന്ദു ലോർ, നമ്മുടെ ഫോക്ലോർ ആണ്. സിംഗിൾഡ് ഔട്ട് ഓഫ് ഹെർ ചാസ്റ്റിറ്റി. അപ്പൊ ഇതിനകത്ത് മുഴുവൻ നമ്മുടെ നള ദമയന്തി ആ ഒരു ചാസ്റ്റിറ്റിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ലോസിംഗ് ദ കിങ്ഡം ഇൻ എ ഗെയിം ഓഫ് ഡൈസ്, നള ഈസ് എക്സ്പെൽഡ് അലോങ് വിത്ത് ദ ബ്യൂട്ടിഫുൾ ദമയന്തി, ഓൾസോ എ പ്രിൻസസ് ഫ്രം ഹിസ് ലാൻഡ്. ദ ടു വാണ്ടറർ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് റീയുണൈറ്റ് ആഫ്റ്റർ മെനി ഇയേഴ്സ്. ഓക്കെ, നമ്മൾ ഈ സീതാരാമ ടെയിൽസ് ഒക്കെ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് നള ദമയന്തി ടെയിൽസ് പറയാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നളന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പ്രിൻസസ് ആയിട്ടുള്ള ദമയന്തി നളനോടൊപ്പം പോവുകയാണ്. എന്നാൽ യാത്രയുടെ ഇടയിൽ ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആകുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എക്സിസ്റ്റ് ചെയ്യാണ്, ഈസ് ദമയന്തി സ്റ്റിൽ വിർജിൻ? ഓക്കെ, ആ ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു നറേഷൻ നമുക്ക് വസുദേവ റാബുവിന്റെ അടുത്തു നിന്നും കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് ജയദേവ ഹരീന്ദ്രനാഥിന്റെയാണ്. ഇതൊരു കവിതയാണ്. Which represents the view that Radha is greater than Krishna, is considered an important text in the Bhakti movement of Hinduism. അപ്പൊ ജയദേവ എന്നുള്ള ആ ഒരു ടെയിലില് രാധാകൃഷ്ണ ടെയിൽസ് ഒക്കെയാണ് പറയുന്നത്. അതിനകത്തുള്ള ഒരു എപ്പിക് നറേഷനും ഫോക്ലോറും ഒക്കെയാണ് പറയുന്നത്. അവരുടെ ഡിവൈൻ ലവിനെ കുറിച്ചുള്ള നറേഷനും ഉണ്ട്. വിസിയസ് ഓഫ് ബസോറ ഒരു വലിയ ഡോക്യുമെന്ററി ടൈപ്പ് വർക്ക് ആണ്. അത് ഓഫ് കോഴ്സ് നമ്മുടെ അരബിന്ദോയുടെയാണ്. ബെറ്റർ നോൺ പ്ലേസ് ഓഫ് ശ്രീ അരബിന്ദോ portrays the Eastern culture through a highly religious Islamic world of Persia, where every individual is expected to follow the divine code of conduct ordered by the Lord through the prophet. Okay, നമ്മൾ എല്ലാവരും ഡിവൈൻ കോഡ് ഓഫ് റൈറ്റ് ഫോളോ ചെയ്യാനായിട്ട്, അത് ബിലീവ് ചെയ്യാനായിട്ട്, അത് ലൈഫിൽ കോപ്പ് അപ്പ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അതില്ലാതെ നമുക്കൊരു വഴിയില്ല. വി ഹാവ് ടു ഫോളോ ദ ഡിവൈൻ റൈറ്റ്. ഓക്കെ, ആ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന വർക്കാണ്. ശ്രീ അരബിന്ദോ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കോളർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരാളുകൂടെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ദ ഫ്ലൂട്ട് ഓഫ് കൃഷ്ണ ആണ്. ഓക്കെ, ബൈ P.A. കൃഷ്ണസ്വാമി. എല്ലാം തന്നെ ഫോക്ലോർസ് ആയിരുന്നു നമുക്ക് ഈ കേസിലുള്ളത്. The flute symbolizes Krishna's divine music that attracts all living beings. It presents the divine call to the soul and the power of music to bring peace and harmony. The peacock feather is a symbol of beauty, grace and knowledge. It signifies Krishna's charm and the vibrant, ever-changing nature of his divine play. Okay, ശരിക്കും പറഞ്ഞാൽ the flute of Krishna is all about the divine play, or it's all about the divine divinity existing in Lord Krishna. Lord Krishnaയെ കുറിച്ചും ഡിവിനിറ്റിയെ കുറിച്ചും ഒക്കെ തന്നെ പറയുന്ന കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ആണ്. ശരിക്കും ഇങ്ങനെയുള്ള കേസ് വർക്കുകളൊന്നും നമ്മൾ അധികം പരിഗണിക്കില്ല, അല്ലെ നമ്മൾ അധികം ചോദിക്കില്ല എന്ന് വിചാരിക്കുന്ന കേസിലുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ പോളിറ്റിക്സ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പോകാനുണ്ട്. നമ്മുടെ യൂണിറ്റ് 6 ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വരുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, ഇന്ത്യയിൽ അത് എങ്ങനെ റിസീവ് ചെയ്യപ്പെടുന്നു, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പോയട്രി നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ നള ദമയന്തി, ജയദേവ, ഫ്ലൂട്ട് ഓഫ് കൃഷ്ണ, ബസോറ തരത്തിലുള്ള എപ്പിക് നറേഷനുകളൊക്കെ തന്നെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഡെയിലി പഠിച്ചുകൊണ്ട് തന്നെ മുന്നേറുക. 132 മുതലുള്ള ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് വീഡിയോയിൽ ഉണ്ടാവും. താങ്ക് യു.